ടോംസ് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നല്ല നാടൻ പച്ചമാങ്ങയും നല്ല നാരഞ്ചെമ്മീനും തേങ്ങ പിഴിഞ്ഞ് ആ തേങ്ങാപ്പാലിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം നമുക്ക്. അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് പച്ചമുളകും സവാളയും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അല്പം വേപ്പിലയും കുറച്ച് ഉപ്പിട്ട് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ചട്ടിയിലിട്ട് നല്ല മൺചട്ടിയിലിട്ട് തിരുമാം. ശരിക്കും തിരുമ്മി ഉടച്ചു കഴിയുമ്പോൾ അതിൽ നിന്നൊരു സ്മെല്ല് വരും. ആ സ്മെല്ല് വരണ വരെ ശരിക്കും അത് തിരുമണം. അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുറച്ച് വിനാഗിരി, നാടൻ വിനാഗിരി, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമാം. നന്നായിട്ട് തിരുമ്മി ശരിക്കും നല്ല ഈ മഞ്ഞൾപ്പൊടി അതൊക്കെ യോജിച്ച് കഴിയുമ്പോൾ അതിൽ നമ്മുടെ ആവശ്യത്തിന് മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലും കാശ്മീരി ചില്ലിയാണ് ഇതിനകത്ത് കൂടുതൽ ചേർക്കേണ്ടത്. നല്ല കളറും നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ കാശ്മീരി ചില്ലി ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് ശരിക്കും തിരുമാം. അപ്പോൾ തിരുമുമ്പോൾ ഇതിനകത്ത് പല കമൻസും പലരും പറയും ഇതിൽ കൈമ ഗ്ലൗസ് ഇട്ടിട്ടില്ല എന്നൊക്കെ. ഇത് നമ്മുടെ സ്വന്തം വീട്ടിലുണ്ടാക്കുന്നതാണ്. നമ്മുടെ അമ്മമാരൊന്നും ഗ്ലൗസ് ഇട്ടിട്ട് ഇതുണ്ടാക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ക്ഷമിക്കുക, ഇത് എൻ്റെ അമ്മ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ശരിക്കും നന്നായിട്ട് തിരുമ്മി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കണ നമ്മുടെ പച്ചമാങ്ങയും ചെമ്മീൻ, നല്ല നാരൻ ചെമ്മീൻ, ഫ്രഷ് ചെമ്മീനായിരുന്നു കേട്ടോ. ഈ ചെമ്മീനും കൂടിയിട്ട് നമ്മൾ ഈ തിരുമ്മി വെച്ചേക്കണ ഈ മസാല മിക്സിലേക്ക് നന്നായിട്ട് ചേർത്ത് അതും കൂട്ടി ആ ചെമ്മീനും മാങ്ങയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. മൺചട്ടിയിൽ തന്നെ വെക്കണം കേട്ടോ ഈ കറി വയ്ക്കുന്ന ചട്ടിയിൽ തന്നെയാണ് നമ്മൾ ഈ തിരുമ്മലും ഇതിൻ്റെ ഈ ഐറ്റംസ് ഇടലൊക്കെ ചെയ്യണത്. അപ്പോൾ നമ്മൾ മാങ്ങയും ചെമ്മീനും ചേർത്തു. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് ഈ മസാല ഈ മാങ്ങയും ചെമ്മീനും കൂടി ശരിക്കും ചേർത്ത് പിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തേച്ച് ആ ചെമ്മീനിലും മാങ്ങയിലും നമ്മൾ നേരത്തെ തിരുമ്മി വെച്ച മസാല പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ട് തിരുമ്മുക ഒന്നുകൂടി. അപ്പോൾ ശരിക്കും തിരുമ്മലാണ് ഇതിനകത്ത് ഈ ഐറ്റംസ് നന്നായിട്ട് എല്ലാത്തിലും പിടിക്കാനുള്ള ഒരു മെയിൻ വഴി ഇതാണ്. നമ്മൾ സ്പൂണിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും ഇതിട്ട് ഇളക്കിയിട്ട് കാര്യമില്ല. നമ്മൾ കൈ കൊണ്ട് തന്നെ ശരിക്കും തിരുമ്മി നന്നായിട്ട് പിടിപ്പിച്ചാലാണ് ഇതിലെ മസാലകളെല്ലാം ശരിക്കും പിടിക്കുള്ളൂ. അതിനുശേഷം ഈ തിരുമ്മി വെച്ചിരിക്കുന്ന ഈ മസാലയും ചെമ്മീനും മാങ്ങയും എല്ലാത്തിലേക്കും നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ നമ്മൾ രണ്ടാമതെടുത്ത പാലാണ് ആദ്യം ഒഴിക്കേണ്ടത്. രണ്ടാം പാലിലാണ് നമ്മൾ ശരിക്കും ഈ കറി വേവിക്കാനായിട്ട് നമ്മൾ അടുപ്പത്തേക്ക് വയ്ക്കുക. അപ്പോൾ കുറച്ച് ആദ്യത്തെ പാലൊരു ചെറിയ അളവ് മാത്രം ആദ്യത്തെ പാലും ഇതിന് ചേർക്കും കേട്ടോ. അങ്ങനെ ഇത് നന്നായിട്ട് ആ പാലിൽ മിക്സായി ഈ പാലിലാണ് നമ്മൾ അടുപ്പത്ത് വെച്ച് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ വിറകടുപ്പിൽ വെച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മളിത് വേവിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ അടുപ്പത്തേക്ക് വെച്ചു. അപ്പോൾ മൺചട്ടിയിൽ തന്നെ നിങ്ങൾക്ക് കാണാം, നല്ല മൺചട്ടിയിൽ കറി റെഡിയായ പോലെയാണ് ഇരിക്കണത്. പക്ഷേ നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുള്ളൂ. ഇത് വെച്ച് ശരിക്കും കുറച്ച് സമയം വേവിച്ച്, ചെമ്മീനായതുകൊണ്ട് ചിലർ പറയും ഭയങ്കര കൂടുതൽ സമയം വേവണമെന്ന്. അത്ര അധികം സമയമൊന്നും വേണ്ടി വരില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് തിളച്ച് വെന്ത് വരുമ്പോൾ നമ്മളുടെ രണ്ടാം പാല് ഇപ്പോൾ ശരിക്കും തിളച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പാല്, രണ്ടാം പാലല്ല ആദ്യത്തെ പാല്, ബാക്കി വെച്ചിരിക്കുന്ന പാല് കൂടി ഇതിൽ ചേർത്ത് ഒരു ചെറിയ തള വന്നാൽ മതി. കാരണം ആദ്യത്തെ പാല് ചേർത്താൽ ഒരുപാട് തിളപ്പിച്ചാൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ആദ്യത്തെ പാല് ചേർത്ത് കഴിഞ്ഞാൽ ചെറിയൊരു തള വന്നാൽ മതി. അങ്ങനെ നമ്മുടെ മീൻകറി വെന്ത് റെഡിയായിട്ടുണ്ട്. ചെമ്മീനും പച്ചമാങ്ങയും തേങ്ങ പിഴിഞ്ഞ് വെച്ചത്, അതിൽ കുറച്ച് ഉണക്കമുളകും വേപ്പിലയും എല്ലാം കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ, അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് മൂപ്പിച്ചുകൊണ്ട് ഒഴിച്ച് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് വേറെ ലെവലാട്ടോ. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്